പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനുമായി കുറച്ചധികം നേരം സംസാരിക്കാനായിട്ട് സാധിച്ചു. അയാൾ ജീവിതത്തിൽ ആകെ നിരാശനാണ്. നല്ലൊരു മനുഷ്യൻ, എനിക്ക് കുറേ നാളായിട്ട് അറിയാവുന്ന ഒരാൾ. അപ്പോൾ ഇയാളുടെ പ്രശ്നം, അത് ഇയാളുടെ പ്രശ്നമാണോ എന്ന് പോലും നമുക്കറിയില്ല. ഇയാൾ മറ്റുള്ളവർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. സ്വന്തം ജോലിക്ക് പോലും പോകാതെ ആശുപത്രിയിലായിരുന്ന ആൾക്കാരെയൊക്കെ ശുശ്രൂഷിക്കുകയും അങ്ങനെ അവർക്ക് ചിലപ്പോൾ പൈസ കൊടുക്കുകയും അങ്ങനെ പല വിധത്തിലുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇയാൾ പ്രതീക്ഷിച്ച പോലെയുള്ള പ്രതികരണമായിരുന്നില്ല അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇയാൾ എനിക്ക് വേണം ഒത്തിരി കടപ്പാടൊക്കെയാണ് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ഒത്തിരി സ്നേഹമൊക്കെയാണ് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊന്നും ഇയാൾക്ക് കിട്ടിയില്ല. ഇയാൾ ആകെ അസ്വസ്ഥനാണ്. അപ്പം എൻ്റെ അടുത്ത് പറയുന്നു, ജീവിതം എനിക്ക് മതിയായി, ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തീർത്ത് കളയും എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ ഒത്തിരി നേരം പുള്ളി പറയുന്നതൊക്കെ കേട്ട് നിന്നു. അപ്പം അതെങ്കിലും ഒരാശ്വാസം പുള്ളിക്ക് കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. അപ്പം ഇത് ഈ ഒരു വ്യക്തിയുടെ മാത്രം പ്രോബ്ലം അല്ല. ഇന്നത്തെ ലോകത്തിൽ ഒരുവിധം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും മഹത്വവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ച അളവിൽ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജോലി സ്ഥലത്തായാലും നമുക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് നമുക്ക് നൽകാതെ മറ്റുള്ളവർ അത് തട്ടിയെടുക്കാം. കുടുംബ ബന്ധങ്ങളിൽ അങ്ങനെ ആകാം. എവിടെ വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ നമുക്ക് അതിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്, അതനുസരിച്ചിരിക്കും നമ്മുടെ ഹൃദയ വിചാരങ്ങൾ. ഒരുത്തൻ നമ്മളോട് തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രോബ്ലമാണോ അതോ അവൻ്റെ പ്രോബ്ലമാണോ? തീർച്ചയായും അത് പ്രവർത്തിച്ച ആളുടെ പ്രോബ്ലമാണ്, അത് നമ്മുടെ പ്രോബ്ലം അല്ല. ആ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമായി. പക്ഷെ ഇതിനോടനുബന്ധിച്ചുള്ളൊരു വചനം, ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഇപ്പം വിശുദ്ധ ജോൺ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഒരുപക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ കാര്യം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന, നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മൾ അനുധാവനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ അവസ്ഥ തന്നെ ഒന്ന് മനസ്സിലാക്കിയേ. ഒന്നും അറിയാത്ത ആളുകളെ പിടിച്ച് ശിഷ്യന്മാരാക്കി അവരെ പഠിപ്പിച്ച് അവർക്ക് വേണ്ട എക്സ്പീരിയൻസ്, അവരുടെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് എല്ലാം അങ്ങനെ നടത്തി. അതിലൊരുവൻ അവനെ ഒറ്റിക്കൊടുത്തു. മറ്റുള്ളവർ ഏറ്റവും ബുദ്ധിമുട്ടേറിയ അവസരത്തിൽ ചിതറി ഓടി, അവനെ ഒറ്റയ്ക്കാക്കി ഓടിക്കളഞ്ഞു. അങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നതെന്ന് ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ ലോകം നമ്മളെ നിന്ദിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക,
നമ്മുടെ അബ്ബാ പിതാവിന് ഇതിലും വലിയ നിന്ദനങ്ങൾ എത്രയോ സന്തോഷത്തോടെ സഹിച്ചു. ദൈവത്തിന് മാത്രമേ നമ്മളെ അൺകണ്ടീഷണലായി സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഇമാതിരിയുള്ള സന്ദർഭങ്ങളിൽ വളരെയധികം ആശ്വാസം പകരുന്നു. അപ്പം നമുക്ക് പരസ്പരം മഹത്വം അന്വേഷിക്കാതെ ദൈവത്തിൽ നിന്നുള്ള മഹത്വം നമുക്ക് അന്വേഷിക്കാം. അതിനുവേണ്ടി ലോകത്തിൻ്റെ മുമ്പിൽ പരാജിതനായി നിന്നാലും ആഹ്ലാദിക്കുവേൻ. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു വിവേകം നമുക്കെല്ലാവർക്കും നൽകട്ടെ. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, തന്നെത്താൻ ചെറുതാകുന്നവനാണ് ഏറ്റവും വലിയവൻ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം എന്നും കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളെപ്പോലും സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്ത നമ്മുടെ ആബാ പിതാവ്. അപ്പോൾ ഈ ലോകം നമ്മളെ ദ്വേഷിക്കുമ്പോൾ സന്തോഷിക്കുവാൻ. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ്, പ്രൈസ്, പ്രൈസ്. കർത്താവിനെയും അവർ ക്രൂശിൽ തറച്ചു. കർത്താവിനെ അനുധാവനം ചെയ്യുന്ന നമ്മളെയും അവർ ക്രൂശിക്കും, അവർ കല്ലെറിയും, തീർച്ച. അപ്പോൾ ആഹ്ലാദിക്കുവാൻ. ആമേൻ.